രാവിലെ മുതല് ഒരു പിങ്ക് ഡ്രസ് ഇട്ട പെണ്ണ് കറങ്ങി നടക്കുന്നുണ്ട്. ഇതാണ് റീൽസ്. മുഖം കാണില്ല. വന്ന ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കാം. ഞങ്ങളുടെ ഒരു ഫോട്ടോ വേഗം എടുക്കും. ഇത്തോ സോന എപ്പോഴും അങ്ങനെ തോന്നുന്നു. അപ്പൊ എബി ആരാ? എബി സോന നിറ സിനിമയിലെ നമുക്ക് 4 തൊപ്പി വാങ്ങിക്കൊടുത്താൽ മതി. വെറുതെ ഡ്രസ്സിന്റെ പൈസ കളഞ്ഞല്ലോ ഭഗവാനെ. ചതിച്ചത് നല്ല ഭംഗി ഉണ്ടാവും. നല്ല രസം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള അടുത്ത സംഭവം ആയിട്ടുള്ള മോർണിംഗ് ഫ്രം ജപ്പാൻ. സോ ഇന്നാണ് നമ്മുടെ ജപ്പാനിലെ ഫസ്റ്റ് ഡേ തന്നെ കണ്ടോ. നല്ല അടിപൊളി മഴയാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് ഫുൾ ഡേ കറക്കം. ഫസ്റ്റ് ഡേ ഇൻ ടോക്കിയോ. അപ്പോൾ ടോക്കിയോയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ നമ്മുടെ കാറ് വന്നിട്ടുണ്ട്, നമുക്ക് വേഗം കയറാം. അടിപൊളി മഴ. ടോക്കിയോയിൽ താമസിച്ച ഹോട്ടൽ ഇതായിരുന്നു കേട്ടോ, കംഫർട്ട് ഹോട്ടൽ. നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഫുൾ നമ്മളുടെ പാക്കേജ് നമുക്ക് അറേഞ്ച് ചെയ്തത് നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ആയിട്ടുള്ള വോൺട്രോൺ എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ഏജൻസി ആയിരുന്നു കേട്ടോ. അവർ ഇൻ്റർനാഷണൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഗ്രൂപ്പ് ടൂർസും അല്ലാതെ പ്രൈവറ്റ് ആയിട്ടും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പാർക്കിങ്ങിൽ ഏതെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതാ ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമുക്ക് ബാക്കി ടോക്കിയോ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. സത്യം പറയട്ടെ, ഞാൻ മെയ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മർ ആയിരിക്കും, നല്ല പ്ലസന്റ് വെതറാണ്, സണ്ണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് സമ്മർ വെയറാണ് കൊണ്ടുവന്നത്. ഇവിടെ പ്രതീക്ഷിക്കാതെ നല്ല മഴ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്വെറ്റർ പോലും എടുത്തിട്ടില്ല. നല്ല തണുപ്പുണ്ട്, അടിപൊളിയുണ്ട്. ഞാൻ കംപ്ലീറ്റ് സമ്മർ ഡ്രസ്സാട്ടോ എടുത്തത്. അങ്ങനത്തെ ഡ്രസ്സുകളെ മൊത്തം എടുത്ത് ഫോട്ടോനൊക്കെ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ടീം ലാബ് അല്ലേ, അതിലാണ് വന്നിരിക്കുന്നത്. എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളിൽ ചെന്നാൽ കാണിച്ചു തരാം. ഞാൻ കിടുകിടാ വിറയ്ക്കും. ഈ ടീം ലാബ് എന്നുള്ളത് ഒരു ബെയർ ഫുഡ് ഡിജിറ്റൽ ആർട്ട് മ്യൂസിയമാണ് കേട്ടോ. അതായത് നമ്മൾ ഷൂവും ഇതൊക്കെ അഴിച്ച് നമ്മൾ കൊണ്ടുവന്ന കുടയൊക്കെ വെക്കാനും അത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനം വരെ ഉണ്ട്. അപ്പോൾ ഷൂ ഒക്കെ അഴിച്ച് ആ ഒരു നേച്ചറിലൂടെയും ടെക്നോളജിയുടെയും ലൈറ്റിലൂടെയൊക്കെ നടന്നത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വീഡിയോയിൽ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, നമ്മൾ ആ ഒരു ബെയർ ഫുട്ടിലൂടെ ആദ്യം കുറേ വെള്ളം, ഇത് ഓരോ സ്ഥലത്ത്, അതായത് നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടയ്ക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം പുറത്തിറങ്ങുമ്പോഴും കാല് തുടയ്ക്കാനുള്ള ടവല്, ലോക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ലൈറ്റ്, ആ ടെക്നോളജി, അതുപോലെ നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഫ്ലവറും സംഭവങ്ങളും, ഇത് വാട്ടറിലൂടെ, അങ്ങനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് മസ്റ്റ് വാച്ചാണ് കേട്ടോ. ഇത് ക്യോട്ടോയിലും ഉണ്ട്, ടോക്കിയോയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് നമുക്ക് ശരിക്കും ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു ശതമാനം പോലും നമുക്ക് ഇതിൽ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് അറിയിക്കാൻ പറ്റില്ല. എന്നാലും ഒരുവിധം കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് രസറിയോ. ഇത് ഓൾമോസ്റ്റ് ഒരു 1-2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കാണാൻ മാത്രം ഉള്ള സംഭവങ്ങളുണ്ട്. ടീം ലാബ് പ്ലാനറ്റ്സ് കണ്ടു കഴിഞ്ഞു. കിഡിലൻ മസ്റ്റ് വാച്ചാണ് കേട്ടോ. ഒരു വേറെ വേൾഡിലേക്ക് എത്തിയ ഒരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഷിബുയയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ ഓഫ് ഷോപ്പിംഗ് ആണ്. പിന്നെ ഷിബുയ ക്രോസിംഗ് ഭയങ്കര ഫേമസ് ആണ്. ഇൻസ്റ്റയിലൊക്കെ അറിയാലോ, ഒരു റോഡ് ക്രോസ് ചെയ്യുക സംഭവം അതാണ്. പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കണം ഭയങ്കര ഫേമസ് ആണ്. അതുണ്ട്. പിന്നെ അവിടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, അവിടെ പോകണം. അത് നമുക്ക് 1 മണിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി 1 അവർ ഉണ്ട്. ഇവിടെ മൊത്തം കറങ്ങാം. ഇഷ്ടം പോലെ ഷോപ്സാണ് കേട്ടോ. കംപ്ലീറ്റ് ഭക്ഷണം കഴിക്കണമെങ്കിലും ലഞ്ചും ഒക്കെ ചെയ്ത് ഒരു 1-2 മണിക്കൂർ നമ്മളിവിടെ കറങ്ങാനാണ് പരിപാടി. അത്രയേ ഉള്ളൂ, പോയി നോക്കാം. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭയങ്കര വൈറലായിട്ടുള്ള ഷിബുയ ക്രോസിംഗ്. നിങ്ങളെല്ലാവരും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ജപ്പാനിൽ വരുന്നവരെല്ലാം ഈ ഒരു ക്രോസിങ്ങിൻ്റെ ഇത് പോവാ, ഒന്ന് പോയിട്ട് ഫോട്ടോ എടുക്കാം. വാമിത്തോ, നമുക്കൊന്ന് പോയി വരാം.
ഇതാണ് നമ്മുടെ ജപ്പാൻ്റെ വൈബ് എന്ന് പറയുന്നത് ഷിബുയ ക്രോസിംഗ് കേട്ടോ. ഇങ്ങനെ ഓടി വന്ന ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കാം. ഞങ്ങളുടെ ഒരു ഫോട്ടോ വേഗം എടുക്കും. ഇത്തോ ബാ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഈ ഒരു ക്രോസിംഗിൽ നിന്ന് എല്ലാവരും വീഡിയോ എടുക്കേണ്ടതിന് മേലുള്ള സ്റ്റാർബക്സിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആൾക്കാർ നിന്നിട്ട് വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ വീട്ടിൽ 10 പ്രാവശ്യം അങ്ങോട്ട് പോകണോ നടക്കണം. ഭയങ്കര വൈബുള്ള ഏരിയ, പറയാതിരിക്കാൻ വയ്യാട്ടോ. എന്തൊരു വൈബാന്ന് നോക്കി. ഒരു ഷോപ്പ് പറഞ്ഞാൽ ഫുൾ ഷോപ്സ്, ഫുൾ ഷോപ്പിംഗ് പാരഡൈസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അടിപൊളി. ഇത് രാവിലെ ആയ കാരണമാണ് കേട്ടോ ഇത്ര തിരക്ക് കുറവായിട്ട് ഫീൽ ചെയ്യണത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസി ടൈമിൽ 2500 മുതൽ 3000 പേര് വരെയാണ് ഒരു 2-3 മിനിറ്റിൽ ആ ഒരു ടൈമിൽ അവിടെ ക്രോസ് ചെയ്യുക. വേൾഡിൽ തന്നെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ക്രോസ് ലൈനാണ് കണ്ടോ. ഇത് ഞങ്ങൾ രാത്രി പോയ സമയത്താണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉന്തിയും കൊണ്ട് പോകും, അത്ര തിരക്കാണ്. പക്ഷെ ഭയങ്കര വൈബാണ്. ആ ഒരു തിരക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് ശരിക്കും വൈബോട് കൂടിയിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇൻസ്റ്റാ റീൽസ് വഴിയൊക്കെ ഫേമസ് ആക്കിയിട്ടുള്ളതാണ്. നല്ല രസമാണ് കാണാൻ. ആക്ച്വലി നമ്മൾ കൊറിയയിൽ പോയപ്പോൾ ഒരു ഷോപ്പിംഗ് പ്ലേസിൽ പോയില്ലേ, അതേ ഫീൽ കേട്ടോ. കൊറിയയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ കണ്ടോ. ഇങ്ങനെ ഗള്ളികൾ നിറയെ ഷോപ്പിങ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, നല്ല രസമുണ്ട്. ആ ഒരു കൊറിയൻ വൈബ് തന്നെ ഫീൽ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഒരു ഫുൾ ഡേ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളിത് വാങ്ങണോ വാങ്ങണ്ടേന്ന് അറിയില്ല. പക്ഷെ നമ്മളിവിടെ ഒന്ന് നോക്കും. ജപ്പാനിലെ ഫേമസ് അങ്ങോട്ട് പോവാം. ജപ്പാനിൽ ഫേമസ് എന്ന് പറയുന്നത് സ്കിൻ കെയർ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ എനിക്ക് എന്തായാലും സ്കിൻ കെയർ വാങ്ങണം. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള 2 സാധനങ്ങളുണ്ട്. അത് ജപ്പാനിൽ എന്തായാലും വാങ്ങണം. കാരണം ഇവിടെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് അത് ഞാൻ വാങ്ങിയില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായിരിക്കും. അപ്പം നമ്മൾ ഇനി പോകുന്നത് നടന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള അടുത്ത സംഭവം ആയിട്ടുള്ള ഒനിറ്റ്സുക ടൈഗറിലെ ഷൂസ് നോക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഒനിറ്റ്സുക ടൈഗർ ഷോപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ചു ഇത് മാത്രമാണെന്ന്, പിന്നെ ഒരുപാടുണ്ട്. ഏതിൽ പോയാലും ഒരു 2-3 hours ക്യൂ നിൽക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സൈസൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ ഭാഗ്യത്തിന് കിട്ടി. ഞാൻ ഈ യെല്ലോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. മെക്സിക്കോ 66 ഏറ്റവും വൈറലായിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ കൂടെ 2-3 കളേഴ്സും കൂടെ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പേര് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളും കൂടെ എഴുതി തരും കേട്ടോ. അപ്പോൾ നാട്ടിൽ ഇതിൽ ഒനിറ്റ്സുകയുടെ വെബ്സൈറ്റിലേക്കാളും 50% ഓഫാണ് ശരിക്കും ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷിബുയയിലുള്ള ഒബ്സർവേഷൻ ഡെക്കിൽ, അതായത് ഏറ്റവും മേലെ നമ്മൾ 45th ഫ്ലോറിൽ പോയാൽ ഫുൾ ടോക്കിയോ നഗരം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബുർജ് ഖലീഫയിലൊക്കെ പോകുമ്പോൾ അത് കുറച്ചും കൂടെ 126 അല്ലേ, അങ്ങ് 148 അത്ര ഉയരത്തിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ പോലെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. അതൊരു ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ സ്കൈ, ഇവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല. ആദ്യം ഇവിടെ 1 മണിക്കൂർ നമ്മൾ നിന്നതിന് ശേഷം, കാരണം മഴയാകുമ്പോൾ അവരിത് ഓപ്പൺ ആക്കില്ല. നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവർ പറയണം ഇപ്പോൾ വെതർ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്, ഇത് ഫുൾ കാണാം. മറ്റേത് കാണാൻ പറ്റില്ല, ക്ലൗഡാവും ഉണ്ടാവുക. നമ്മുടെ ഭാഗ്യത്തിൽ നമുക്ക് ആ ഒരു ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ വേഗം പോയിട്ട് നമ്മൾ പുറത്ത് പോയി അതൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഇതാണ് ആ ഓപ്പൺ ഡെക്ക് കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് അടിയാണല്ലോ അവിടുത്തെ മെയിൻ. കുറേ ഫുഡും കാര്യങ്ങളും ഒക്കെ, എവിടത്തെ ആയാലും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് പുകഞ്ഞിട്ട് അങ്ങനെ പക്ഷെ അത്ര സ്വെറ്റായിട്ട് വരും. അങ്ങനെ തന്നെയാണ്. സോറി ഇപ്പോൾ അങ്ങനെയാവും. അപ്പൊ സോന എപ്പോഴും അങ്ങനെ പോകുന്നു. അപ്പൊ എബി ആരാ? എബി സോന നിറ സിനിമയിലെ. അയ്യോ മടുത്ത്. ഈ ജപ്പാനില് ഇമ്മാതിരി ജിങ്ക് ചക്ക് വേഷം ഇട്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും കൂട്ടത്തിന്റെ ഇടയില് ആരെങ്കിലും ഇങ്ങനെ ഒരു കളർ ഡ്രസ് ഉണ്ടോ? ആൾക്കാർ മുഴുവൻ കണ്ണ് മഞ്ഞളിച്ചു പോയി, ന്യൂട്രൽ ഷെയ്ഡാണ്, കണ്ണ് ചുവന്നു പോയി പറഞ്ഞ പോലെയാണ്. ഇത്രയും ക്രൗഡ് ഉണ്ട്. ഈ വരുന്ന വേൾഡ് ഫേമസ് ഷിബുയ ക്രോസിംഗ് ആണ്. ഈ ക്രോസിംഗിൽ നിന്ന് വരുന്ന ഒരാളെങ്കിലും ഈ ഒരു കളർ ഡ്രസ്സ് സമ്മതിച്ചു. മാത്രല്ല എന്റെ ലക്ഷ്യം ഈസ് ഓൺലി ഫോട്ടോ ആണ്. എന്തൊരു സുഖ. ഹായ് വെയില് ഇത്ര നേരം വിറങ്ങലിച്ച് എല്ലാവരും നോക്കെ ഫുൾ ജാക്കറ്റ് ഇട്ടിട്ടാ. ഞാൻ മാത്രം ഇങ്ങനെ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കാശ്മീരിൽ നിന്നാണോ വരുന്നത്, ഒരു ജാക്കറ്റ് പോലും ഇല്ലാതെ വെറുങ്ങലിക്കുന്നത്. നല്ല സുഖമുണ്ടല്ലേ സണ്ണി ആയപ്പോ. അല്ലാത്ത കളറായി പോയില്ലേ. ലാലു ലക്സ സിനിമയിലും എന്താ പറഞ്ഞേ എന്നല്ല, ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചു. ഡ്രസ്സല്ലേ ഡ്രസ്സ് ഇത് ഓൺലൈനാണ്.
ലൈറ്റ് അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയും. ഇപ്പൊ 2-3 പ്രാവശ്യം ചതിച്ചത് നല്ല ഭംഗിയുണ്ടാവും നല്ല രസമുണ്ടല്ലേ ഡ്രസ്സല്ലേ 2-3 പ്രാവശ്യം സ്വപ്പ് കൂട്ടം തെറ്റിപ്പോയപ്പോൾ എനിക്ക് ആ സ്വപ്പ് നീ ഇടുക എത്ര ദൂരെയായാലും 1 കിലോമീറ്റർ ഞാൻ കണ്ടു. അതാണ് നമ്മളൊരു വെറൈറ്റി ഒക്കെ പിടിക്കണ്ടേ. ഇനി ഇതിനേക്കാളും വെറൈറ്റികൾ വരാണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഷിബിയ ക്രോസിംഗിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റേ സംഭവം സിനിമ പോലെ ലൂപ്പ് ശരിക്കും നമ്മള് ലൂപ്പിലാണ്. ഇനി എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും അവസാനം ഷിബിയ ക്രോസിംഗിൽ എത്തും. നമ്മള് ഇപ്പോ വന്ന ബിൽഡിംഗ് ഉണ്ടോ സ്വപ്പ് ഏതാണ് സ്റ്റാർബക്സിലുള്ള ആൾക്കാർ മുഴുവൻ നമ്മൾ ഇറങ്ങി വന്ന ബിൽഡിംഗ് ഉണ്ടോ? ആ ബിൽഡിംഗ്. എന്താ തിരക്ക്. ഭയങ്കര നീറ്റാണ്, ഭയങ്കര ക്ലീനാണ്. ഇത്രയും തിരക്കാണെങ്കിലും സൂപ്പറാ. നോക്കി ഇപ്പൊ തിരക്ക് കൂടി ആയി. നോക്കി ആളുകൾ ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡാൻസ് കളിച്ചിട്ട് വരുന്നത്. നമ്മള് നേരത്തെ ഇരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ. മിത്തുവിന്റെ വക ഓരോരോ സംഭവങ്ങളൊക്കെ പറയണ്ടേ. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മിത്തുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ജാപ്പനീസ് ഫുഡുകൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആക്ച്വലി ജപ്പാനിലെ സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് വൈസ് ആയാലും ഈവൻ ഫുഡ് ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുറേ പോയപ്പോഴൊന്നും നമുക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഈവൻ ഇതിൽ ചില രമേശയുടെ പറയുന്നത് ചൈന മാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാണ്ട്. വണ്ടിയുണ്ടോ നമുക്ക് അങ്ങനെ അങ്ങനെ എടുത്ത് പോവാം. ഞാൻ ഓടിക്കേ നമുക്ക് അങ്ങനെ അത് റെന്റിനോടെ കിട്ടുമല്ലോ. ഇത് തുറന്നു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാ സൈഡിലും ഇപ്പോൾ വെയിറ്റിംഗ്. അവിടെ വെയിറ്റിംഗ് ആണ്. ഇതിപ്പോ നമുക്ക് തുറന്നു കഴിഞ്ഞാണ്ടൊരു കൂട്ടം. ഇത്ര തിരക്കാണെങ്കിലും എന്ത് സ്മൂത്ത് ആയിട്ടാ വണ്ടികൾ പോണോ, എന്ത് സ്മൂത്ത് ആയിട്ടാ ആളുകൾ പോണത്. ഇതൊക്കെ നോക്കി നിന്റെ പിന്നിൽ ഫുള്ള് വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് എല്ലാവരും. മിക്കവാറും ഇവിടുത്തെ CCTV നമ്മളെ പിടിക്കും. രാവിലെ മുതല് ഒരു പിങ്ക് ഡ്രസ് ഇട്ട പെണ്ണ് കറങ്ങി നടക്കുന്നുണ്ട്. ഇതാണ് റീൽസ്. കോടയുണ്ട് വടി. എനിക്ക് വയ്യ. ഞാൻ പറ്റിയ സിനിമയിലെ സുകുമാരി ഓർഡർ പോലെ ഓർഡർ. ഇതൊക്കെ എല്ലാവരും പോസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പോസ് ചെയ്യണം. അല്ല ഏതാ പോസ്? കൊറിയൻസിന്റെ എന്നാ കാണിക്കാതെ എന്നാ കാണിക്കുക. ഏതാണ് പോസ്? ജപ്പാനെ തൊട്ട് കളിക്കുന്നത് നമുക്ക് ഇഷ്ടം. അല്ല ജപ്പാനല്ല കൊറിയനെ തൊട്ട് കളിക്കുന്നത്. മിഥുന് ഇഷ്ടമല്ല കൊറിയനെ തൊട്ട് കളിച്ചാ. ഇനി ഇവിടുന്ന് അങ്ങനെ പിന്നെ ക്രോസ് റെസ്റ്റോറന്റ് പോവാം. നമുക്ക് ഒരു പ്രാവശ്യം ക്രോസ് ചെയ്യുന്ന സമയത്തേ ചുരുങ്ങിയത് ഒരു 100 വീഡിയോസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇത്രയും പേര് ഈ 100 വീഡിയോയിൽ ഞാൻ ഉണ്ടാവും. ഇന്നത്തെ ഒരു 500 വീഡിയോയില് 500 പോരാ. ഏതെങ്കിലൊക്കെ വൈറലായ എന്നെ ഇത് പിങ്ക് ഡ്രസ് കാണും നിങ്ങള്. എന്നാ പോവാ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും മതി. ഇത് ക്രോസ് ചെയ്ത് മതിയായി. അവര് ഓടി ഇങ്ങനെ തിരിയും, ഇങ്ങനെ കാക്കുവേ. ഞാൻ അവിടുന്ന് ഓടുമ്പോഴേക്കും അത് കഴിയോ. തല്ലിപ്പൊളിയായിട്ട് ഇനി അങ്ങനെയല്ല, നമുക്ക് ഇങ്ങോട്ട് പോയി. ഇവിടെയാണ് നമ്മൾ പറയണ്ടേ. എനിക്ക് വാഗ്യൂ ബീഫ് ട്രൈ ചെയ്യണം. ജപ്പാനിലെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒന്ന് സൂഷി എല്ലാവർക്കും അറിയാം. പക്ഷെ വാഗ്യൂ ബീഫാണ്, അത് വേണം. സ്വപ്പൂരാണ് ഇനി 2 റീലും കൂടി എടുത്ത് അവര് എഴുതി കൊടുക്കും. സ്വപ്പൂര് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കും സ്വപ്പൂര്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ക്രോസ് ചെയ്തതായിട്ട്. നല്ല വെയിലായി, ഭയങ്കര സന്തോഷമായി. വെയിൽ 5 ദിവസം തോക്കിയൊന്ന് വിടവേറെ നിൽക്കണേ. അതൊക്കെ ആരൊക്കെയാണ് എന്തായാലും ഏകദേശം 100 പോയി തുടങ്ങി ഭക്ഷണം കഴിക്കാനുള്ള. അല്ല നീ എന്താ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ നിന്നെ കൊണ്ടുപോകും. നിന്റെ ബാക്കിൽ വലിയൊരു ക്യൂ ഉണ്ട്. ഇവിടേക്ക് സ്വപ്പം ഇത് മുഴുവന പോരെ. ഇനി എത്ര അങ്ങോട്ട് പോണ്? അങ്ങോട്ട് പോണ്ട്. ഞാൻ ഇവിടെ ഗൈഡായി സ്ഥാപിച്ചു. അമ്മ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. അതാ ഓർഡർ പരിപാടി അങ്ങനെ ഇരിക്കുന്നല്ലേ. ഓട്ട് അവര് ചോദിച്ചേ 3 പേർക്കല്ലേ ഇത്. അപ്പൊ പറഞ്ഞു യെസ് യെസ്. അപ്പൊ അവരപ്പോഴേക്കും പോയി. അപ്പോഴേക്കും ഇഫ് യു വാണ്ട് വി വിൽ ഓർഡർ ലേറ്റർ. ആരും കേട്ടില്ല. അതാണ് ഉലോങ്
എന്താണ് ഹോട്ടലിൽ കണ്ടായിരുന്നു എത്ര വർഷം എന്ത് ടീം ഉള്ളോം ടീ ആവും ചിലപ്പോ കാരണം ഹോട്ടലിൽ സെയിം സാധനം കണ്ടു ഇതിന് ആക്ച്വലി എന്താ പറയാ നമ്മൾ രാമൻ രാമൻ നേരത്തെ പറയണ കെ രാമൻ കീക്കാ രാമൻ നോർമൽ ഫോർക്ക് വല്ലതും കിട്ടാണ്ടോ കുറച്ച് ഇന്നത്തെ നമ്മുടെ ഷിബുയ ഷോപ്പിംഗ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല, അത്ര വൈബുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഒന്നും കൂടെ എന്തായാലും ഇങ്ങോട്ട് വരും. എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ അല്ലേ, രാത്രിയൊക്കെ കറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. ഓ എന്തൊരു വൈബ് അറിയാം. പക്ഷേ ഇപ്പം നമ്മുടെ കാറ് നമ്മൾ രാവിലെ പാർക്ക് കൊണ്ടുവിട്ടതല്ലേ, അവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ 5 മണി വരെയാണ് അവരുടെ ടൈം. അപ്പോൾ നമ്മളിനിയിപ്പോൾ പോവാണ് നമ്മുടെ ഹോട്ടലിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് നോക്കാം എന്താണ് പരിപാടി എന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അതായത് നമ്മുടെ ഇഷ്ടത്തിന്, അതായത് നമ്മൾ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള, നമ്മൾ ഇതുവരെ കാണാത്ത കുറച്ച് സ്ഥലങ്ങളും മെയിനായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു അമ്പലത്തിലേക്കാണ് പോണത്. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാൻ. ഇവിടുത്തെ കാറുകളൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല അടിപൊളിയാണ്. റോഡാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. നമുക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിട്ട് രാവിലെ എണീറ്റ് നടക്കുകയാണെങ്കിലും ഒക്കെ ഭയങ്കര ക്ലീനായിട്ടുള്ള, ഭയങ്കര ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ നമ്മൾ ദേ സെൻസോജി ടെമ്പിളിലെത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഗേറ്റ് കടന്നപ്പോൾ അല്ലേ കംപ്ലീറ്റ് സാധനങ്ങൾ, ഷോപ്പിംഗ് സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കൂടെ പോണ പോലെ ഉണ്ടല്ലോ രണ്ട് സൈഡും. ഫുൾ സോവനീസും കാര്യങ്ങളൊക്കെയാണ്. ആഹാ, നല്ല അടിപൊളി. എന്താ അതിന്റെ പേരെന്തായിരുന്നു? ആര്? ബേമാക്സ് അതല്ലേ ഇത്? ആ, തൽക്കാലം എന്താ വിചാരിച്ച വാങ്ങിക്കോ. അയ്യടാ, ആരാ അത്? ഡോറിമോനാ? വലിയ കോസ്മെറ്റിക് ഷോപ്പ്. ഇത് ഭയങ്കര തിരക്ക്. ഇവിടെ ഒന്ന് പോയേക്കാം അല്ലേ? നമുക്ക് അതുവരെ പോയിട്ട് തിരിച്ചു വരികയാണോ അതോ അല്ലെങ്കിൽ ഇവിടുന്ന്? ആ, അമ്പലം ഉണ്ടോ? കഴിഞ്ഞു. അതെ, അല്ല ഇവിടെ ആ ട്രഡീഷണൽ ഡ്രസ്സ് കാണാണ്ട്. ഓ വാവ്, മിത്തു നല്ല കിച്ചൺ. ഇവിടെ നമ്മൾ ഇന്ത്യൻ കറൻസിയേക്കാളും വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല എക്സ്പെൻസീവാണ് സാധനങ്ങൾ കേട്ടോ. അത് എവിടെ ചെന്നാലും ഫ്രിഡ്ജ് മാഗ്നറ്റ് നിർബന്ധമാണ്. സോ ജപ്പാൻ എഴുതിയത്. പിന്നെ ഇത് അവരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ നല്ലതല്ലേ. പിന്നെ ഈ അമ്പലത്തിൻ്റെ. പിന്നെ എനിക്ക് ഇതും ഇഷ്ടമായിട്ടോ ആക്ച്വലി. അവരുടെ ഒരു ഇത് തോന്നണ ഈ ഒരു ഫാൻ. ഒരു ഫാൻ വേണമെന്നുണ്ടായിരുന്നു ചൈനയിൽ നിന്ന്. അതൊക്കെ 2 ദിവസം വീശി. 3-ാമത്തെ ദിവസം മുതൽ അതൊക്കെ അട്ടത്ത് കയറിയിരിക്കട്ടെ. അതുകൊണ്ട് ഇത് നോക്ക്, ഞാൻ അത് വാങ്ങട്ടെ. ഇത് ഇഷ്ടമായില്ല? ഇനി അത് വാങ്ങാൻ ഒരു കീച്ച് എൻ്റെ ബാഗിലിടാൻ. ഓ, ബാഗിലിടേണ്ട കാര്യം പറയുമ്പോഴേ ഇവിടെ ഉള്ള ആളുകളുടെ ബാഗ്, അത് ആൺ പെൺ വ്യത്യാസമില്ലാത്ത ആളുകളുടെ ബാഗ് കണ്ടാൽ നമുക്കിങ്ങനെ കൊതിയാവും. ബാഗ് കാണില്ല കേട്ടോ. ബാഗിൻ്റെ ഉള്ളിൽ ഫുൾ മിക്കി മൗസ്, മിന്നി മൗസ്, ഇങ്ങനത്തെ ഒരു 500 കീച്ച്, വലിയ വലിയ സാധനങ്ങൾ കാണുന്ന നല്ല രസമൊന്നും. പക്ഷേ ഇതൊക്കെ തൂക്കി നമ്മൾ നാട്ടിൽ നടന്നാൽ ചിലപ്പോൾ കിലുക്കത്തിലെ രേവതിയാണോ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അത്ര ബ്യൂട്ടിഫുൾ. അതേപോലെ ഇവരുടെ ഫാഷൻ ഒരു രക്ഷയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരോട് ആരോടെങ്കിലും ചോദിക്കും, നിങ്ങൾ എവിടുന്നാണ് ഈ ഡ്രസ്സൊക്കെ വാങ്ങുക? അത്ര അടിപൊളി ഡ്രസ്സുകളാണ്. നമ്മളെ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഇതുവരെ എത്തിയിട്ടില്ല, നോക്കി നോക്കണം. അത്ര കിടിലൻ ഡ്രസ്സിങ് ആണ് ഇവരുടെ. പിന്നെ അവരുടെ ശരീരം അങ്ങനെയാണ്. നല്ല അടിപൊളി ഫാഷൻ സെൻസ് ആട്ടോ. പിന്നെ ഭയങ്കര മിത്ത് പറയണ പോലെ ഭയങ്കര ഡ്രമാറ്റിക് ആളുകളാണ് ഇത്. അങ്ങനെ ഫുൾ അങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടാണ് നടക്കുക. മുടിയിൽ നിറയെ, നമ്മുടെ പ്രായത്തിലുള്ളവരാരും അങ്ങനെ മുടിയിൽ ക്ലിപ്പിട്ട് നിറയെ മുടിയൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ. ഇത് ഇങ്ങനെ ഫുൾ ഫാൻസി ആയിട്ടാണ് നടക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ. ജപ്പാനിലെ മിനി സിസേഴ്സ്, ഇങ്ങനത്തെ കുറേ അടിപൊളി സാധനങ്ങളുണ്ട്. അതേപോലെ നെയിൽ കട്ടർ ജപ്പാനിലെ നല്ലതാണെന്ന് ഞാൻ കുറേ വ്ളോഗിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് വാങ്ങണം എന്നുള്ളത്. പക്ഷേ 1200 yen ആണ്. എന്തായാലും ഒരു നെയിൽ കട്ടർ എന്തായാലും വാങ്ങണം.
ഇതുവരെ കണ്ടത് നമ്മൾ അമ്പലത്തിൻ്റെ ഷോപ്പിംഗ് ആയിരുന്നു. ഇനിയാണ് നമ്മൾ ഒറിജിനൽ അമ്പലത്തിലേക്ക് എത്തുന്നത്. ഇന്ന് നല്ല മഴ ദിവസമാകുമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ ഡ്രസ്സൊക്കെ മാറ്റി സ്വെറ്ററൊക്കെ എടുത്ത് വന്നപ്പോൾ ഇന്ന് നല്ല വെയിൽ. എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല, കാരണം ഇന്നലത്തെ തണുപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്വെറ്ററും അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. മിത്തു ഇന്ന് പെർഫെക്റ്റ് ജാപ്പനീസ് ഡ്രസ്സിലാണ് അല്ലേ? ഇന്ന് മിത്തു ജപ്പാൻ ഒരു അറ്റയറിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്കേർട്ടല്ലേ ഇത്, നമ്മൾ തായ്ലൻഡിൽ നിന്ന് എടുത്തതല്ലേ? ഇന്ന് മിത്തു ഇപ്പോൾ പെർഫെക്റ്റ് ഒരു ഡ്രസ്സിലാണ്. ഞാനൊക്കെ ഇപ്പോൾ എന്തോ ഡ്രസ്സിലാണ് എന്ന് എനിക്ക് തന്നെ അറിയില്ല. രംശേട്ടനെ കാണണം. ഞങ്ങളുടെ 3 പേരുടെ യമണ്ടൻ സ്വെറ്ററൊക്കെ തൂക്കി വല്ല ബാണ്ടൊക്കെ ഇട്ടിട്ടാണ് രംശേട്ടൻ നടക്കുന്നത്. ഇന്ന് നല്ല വെയിൽ കേട്ടോ, പക്ഷേ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം റെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യെസ്, രവിശേട്ടൻ അവസ്ഥ എടുത്ത് ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങളുടെ ബാഗ് പിടിക്കുക, എല്ലാ കച്ചറി പിടിച്ച് കിടക്കുന്ന ആള് അല്ലേ? ഫോട്ടോ എടുത്തരാം. മിത്തുവിന് നല്ല ഭംഗിയുണ്ടെന്ന്, എനിക്കിഷ്ടമായി മിത്തുവിൻ്റെ ഡ്രസ്സ്. നല്ല സ്കേർട്ട്, നല്ല ടോപ്പ്. ജപ്പാൻ വൈബ്. അതെ, അയ്യോ ഇവിടെ ഫോർച്യൂൺ ഉണ്ട്. നമ്മൾ മൗണ്ട് ഫ്യൂജിയിൽ ഫോർച്യൂൺ നോക്കിയില്ലേ? അപ്പോൾ എനിക്ക് ലക്കി ആയിരുന്നു, ഗുഡ് ആയിരുന്നു. മിത്തൂര് ബാഡ് ആയിരുന്നു, അൺലക്കി. അപ്പൊ ബാഡ് ആയവരാണ് അത് കെട്ടാൻ പാടുള്ളൂ. അയ്യോ എനിക്ക് ബാഡ് ആയത് ഗുഡ് ആയത് ബാഡായി മാറും. ദൈവമേ, അവിടെ കെട്ടാൻ പാടില്ലായിരുന്നു, വെറുതെ കെട്ടിട്ടല്ലേ ഈശ്വരാ. ഇനിയിപ്പോ എന്തായാലും ഇതിന് വേണ്ടി 100 രൂപ കളയാൻ വയ്യ. മിത്തു നീ നോക്കിക്കോ, ഇതിന്റെ ഓൾറെഡി ഗുഡാണ്. ഇപ്രാവശ്യം മിത്തുന്റെ നോക്കട്ടെ. മിത്തു ഇത് കൂടെ ബാഡാണെങ്കിൽ ഇത് ജീവിതം കെട്ടപ്പോ ചുമ്മാ നല്ല ഷേക്ക് ചെയ്തോ. അങ്ങനെ ഏതെല്ലാം? 11. മിത്തു 2011 അല്ലേ? അപ്പൊ 11 തന്നെ വന്നോ? 11 bamboo stick to the tube. ബെസ്റ്റ് ഫോർച്യൂൺ ആണ് മിത്തുവിന് കിട്ടിയത്. You can get both treasure and dignity. Your family business will be really prosperous. അപ്പൊ നമുക്കാണ് നല്ലത്. Your skill will extremely develop and will be well known to the people in the capital. ഇതാണ് ആ ബാംബു. ഈ ബാംബൂല് നോക്കുമ്പോഴാണ് ഇതിലെ നമ്പർ കിട്ടുക. അത് കഴിഞ്ഞ് ഈ ബാംബു സ്റ്റിക്ക് ഇതിൽ തന്നെ വെക്കണം. നമ്മുടെ ഈ ഒരു ടെമ്പിൾ നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ സ്കൈ ട്രീ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് നമുക്ക് അടുത്ത നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകാം. ഇന്നിങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. കാണുന്നതാണ് സ്കൈ ട്രീ. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോണത്. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ബാക്കിൽ റിവറും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിൻ്റെ മേലെ നിന്നാൽ നമുക്ക് ഫുൾ ടോക്കിയോ സിറ്റി അല്ലേ കാണാം എന്നുള്ള ആ ഒരു ഇതാണ്. ഇതിന് മുന്നേ നമ്മൾ 2 സ്ഥലത്ത് ഇതുപോലെ പോയിട്ട് ഇതിൻ്റെ മേലത്തെ അത് പക്ഷേ ഒരു ഫ്ലോർ വരെ 45-46 ഫ്ലോർ വരെ പോയിട്ടാണ് നമ്മൾ മൊത്തം കാണുക. അതുപോലെ തന്നെ സ്കൈ ടവറിലും. പക്ഷേ ഇതിന് തോന്നുന്നു ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ മേലേക്ക് കയറാൻ നമുക്ക് ചാർജ് ഉണ്ട്. മറ്റേലും ഉണ്ടായിരുന്നു, ഷിബുയയിലും ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ഏതോ ഒന്നില് അത് ഏതായിരുന്നു സ്ഥലം? ഗവൺമെന്റ് ഇതിൽ. അത് സ്ഥലം ഏതാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ പക്ഷെ ഷിൻസുക്കായുടെ ആ ഭാഗത്തുള്ളത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ നൈറ്റ് വ്യൂ ആയിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ നമ്മൾ മെട്രോ പിടിച്ച് ഗിൻസയിലെത്തി. ഗിൻസ ഫുൾ ജാപ്പനീസ് ബ്രാൻഡുകളും ലക്ഷറി ബ്രാൻഡുകളുള്ളൊരു ഷോപ്പിംഗ് പാരഡൈസാണ്. പോയേക്കാം. അപ്പോൾ ഈ ഗിൻസ എന്നുള്ളത് ആക്ച്വലി ഒരു അൾട്രാ ലക്ഷറി സംഭവം പോലെയാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് പറ്റുമെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ നല്ലത് വേറെ സ്ഥലത്ത് ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഓരോന്നും നമ്മുടെ നാട്ടിലൊക്കെ അധികം ഒരു ഷോപ്പായിട്ടാണ് ഉണ്ടാവുക. ഇത് ലൂയി വിത്തോൺ ആണെങ്കിലും ഡിയോർ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു 7-8 നില ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഒരു ഷൂസിൻ്റെ ആണെങ്കിലും അതിന് മാത്രമായിട്ടൊരു ബിൽഡിംഗ് എന്ന് പറയാം, ഒരു സ്റ്റോർ. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ മാത്രമല്ല നല്ല രസമാണ് കാണാൻ. അവിടെ ഒരു ഭയങ്കര രസമുള്ള ഒരു ഏരിയ, നടക്കാനാണെങ്കിലും ഒക്കെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്.
കഴിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വാഗ്യൂ ബീഫ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മളിനി ഇവിടെ ട്രൈ ചെയ്യാനുള്ളത് പറഞ്ഞില്ലേ, ഒന്ന് വാഗ്യൂ ബീഫും ഒന്ന് സൂഷിയാണ്. ജപ്പാനിൽ വന്നിട്ട് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാതെ മടങ്ങരുത് എന്ന് പറഞ്ഞ 2 സാധനങ്ങളാണല്ലോ. അപ്പം നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇത് കണ്ടിട്ട് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു, കാരണം നല്ല തിരക്കുണ്ട്. അപ്പം നമ്മളിത് കറക്റ്റ് ഈ വ്ളോഗ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ പറഞ്ഞിട്ടല്ല കേട്ടോ, 2-3 ദിവസത്തേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. വേറെയും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ വേറെ വേറെ ദിവസങ്ങളിലായിട്ട് ഇടുക. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കാതെ 2-3 ദിവസത്തെ ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. അങ്ങനെ നമ്മൾ വാഗ്യൂ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർ മെനു ഒക്കെ പറഞ്ഞു തരികയാണ് നമുക്ക്. തന്ന കോൾഡ് ടീ, ജാപ്പനീസ് സ്പെഷ്യൽ കോൾഡ് ടീ. എക്സ്ക്യൂസ് മീ. അല്ല, ഇത് വാഗ്യൂ ദിസ് വന്ന. താങ്ക് യു. പിന്നെ നമ്മൾ ഗ്രിൽഡ് വാഗ്യൂ ബീഫിൻ്റെ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് വിത്ത് റൈസ് കോംബോ ഉള്ളതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ സൂഷി റോളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അധികം ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, കാരണം ഇതിൻ്റെ ടേസ്റ്റുകളൊന്നും ഇഷ്ടാവില്ല എന്ന് അറിയാതെ 3 പേർക്ക് ഓർഡർ ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ സെറ്റ് വീതമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കാരണം സൂഷി നമ്മൾ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇഷ്ടമായിട്ടില്ല അതിൻ്റെ ടേസ്റ്റ്. എന്നാലും ജപ്പാനിൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവില്ല എന്നും പറഞ്ഞിട്ടുണ്ട് സൂഷിയുടെ ടേസ്റ്റ്. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഓത്തൻറ്റിക് സൂഷി അത് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. എന്തായാലും ചിലർക്ക് അത് ഇഷ്ടമാവുള്ളൂ. സോ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അത് ഒന്ന് നോക്കി. പിന്നെ വാഗ്യൂ ബീഫ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറയുന്ന കാരണം അത് നമ്മളൊന്ന് ട്രൈ ചെയ്യാതിരിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ മീൽ വരുന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും ലഞ്ച് പോലെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഈശ്വര, കഴിക്കണം. സാധാരണ എവിടത്തെയും പോലെയല്ല, ഇവിടെ വന്നിട്ട് രമേശേട്ടൻ നല്ലോണം ഭക്ഷണം കഴിക്കേണ്ടത്. അതിന്റെ കാരണം കൂടി അറിയണോ? ഞങ്ങളെല്ലാം ഓർഡർ ചെയ്യും, പല സാധനങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടാവില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടാവാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഇങ്ങനത്തെ ഈ ടീയും കീയൊക്കെ അല്ല, മിത്തു പറയാൻ ഞാൻ ഇതൊക്കെ അമ്മ കഴിക്കണം, എനിക്ക് സൂഷി ഇഷ്ടമല്ല, എനിക്ക് വാഗ്യൂ ബീഫ് ഇഷ്ടമല്ല. ഞാൻ വാഗ്യൂ ബീഫ് കഴിക്കില്ല. ഇവരെന്താ ചെയ്യാറ്, ഇവര് എക്സ്പീരിയൻസ് ചെയ്യലാണ്. 2 പേരും കൂടെ പോയിട്ട് സാധനം മേടിച്ച് കഴിഞ്ഞ് ഒരുമാതിരി വൃത്തിയായിട്ട ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള ടേസ്റ്റാണ് അത്. ആ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ പപ്പ അതാന്ന് പറഞ്ഞിട്ട് നേരെ എനിക്കെടുത്ത് തരും. ഇങ്ങനെ 3-4 ദിവസമായിട്ട് ഞാൻ ഈ നാട്ടിലെ നമുക്കൊന്നും ഒരു ഇഷ്ടമില്ലാത്ത കുറേ ടേസ്റ്റുള്ള ഫുഡുകൾ കഴിച്ച് നടക്കാണ് ഞാൻ. സാധാരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പീസാണ് കിട്ടുക, ബാക്കി മുഴുവൻ ഞങ്ങൾ അടിച്ച് പിന്നിക്കും. അപ്പോൾ ഈ നാട്ടിൽ ഒരു ടേസ്റ്റും ഇല്ലാത്ത എല്ലാ വിഭവങ്ങളും ഞാൻ കഴിച്ചു. അത് വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല, അവരുടെ ഭാഷയിലാണ്. ഓക്കെ, ഇതിലിപ്പോൾ എന്തൊക്കെയാണാവോ എനിക്ക് വരാൻ പോണത്. ടേസ്റ്റുള്ളതൊക്കെ ഇവന്മാർ 2 കൂടി അടിച്ചു മാറ്റി ഫുൾ തട്ടി വിടും. നല്ല ടേസ്റ്റ് ബോക്സൊക്കെ ആയിട്ട്. ബോക്സ് ഇതാണ് വാഗ്യൂ ബീഫ്. അടുത്ത ചലഞ്ച് ഈ കുന്താണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. ഇവളത് നന്നായി ചെയ്യണ്ടെങ്കിൽ തന്നെ ഇത് ഇതിൽ മുക്കണം. അതിനേക്കാൾ നല്ല ഇതിൽ ഒഴിക്കല്ലേ. മിത്തു പറ, ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ പിന്നെ ഞാൻ പട്ടിണി, അപ്പൊ എനിക്കൊന്നും കിട്ടില്ല. ഓരോ സ്ഥലത്ത് വരുമ്പോ ഓരോ ഭക്ഷണം ഞാൻ കഴിപ്പിക്കുന്നത് നിങ്ങളെ കഴിപ്പിച്ചു പ്രാവശ്യം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈശ്വര അത് ടേസ്റ്റ് ഇല്ലാത്തതാവണേത്, എന്നാലും എനിക്ക് കിട്ടുള്ളൂ. അതെ, എനിക്ക് അറിയാത്ത തീരെ ഇഷ്ടമുള്ള സാധനം ബീഫ്. മിത്തു ബീഫ് എന്ന് പറഞ്ഞ സാധനം കഴിക്കാറില്ല. മിത്തു കഴിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും കഴിക്കാറില്ല. ഇതിപ്പോ മൊത്തം അടിച്ചു കയറ്റുന്ന തോന്നുന്നു. അത്ര ഇഷ്ടമായി. ഞാൻ പോയി ആഹാ, നല്ല എക്സ്പ്രഷൻസ് കണ്ടിരിക്കുകയാണ് ഞാൻ. എന്താണ് ടേസ്റ്റ് വരുന്നത്? ബീഫിൻ്റെ ടേസ്റ്റ് അല്ല, നോർമൽ ബീഫിൻ്റെ ടേസ്റ്റാണ്. ഭയങ്കര സോഫ്റ്റാണ്. വായിലിട്ട വെള്ളം പോലെ അലിഞ്ഞു പോകുന്ന ജ്യൂസിയാണ്. മെയിൻ ടേസ്റ്റ് സോസിൻ്റെയാണ്. എനിക്ക് ഇവരുടെ സോസ് മൊത്തം ഇഷ്ടമായി. ചിക്കനിൽ ഇടുന്ന സോസും സ്ട്രിക്സും. ആക്ച്വലി ജപ്പാനിലെ ഒരു ഫുഡ് കുറച്ച് നല്ലതാണ് അല്ലേ, കമ്പാരിറ്റീവ്ലി ചൈനയേക്കാളും. അയ്യോ, ചൈനയുടെ സ്മെല്ലില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഫുഡ്. നല്ല ഫുഡാണ്. ഈ വാഗ്യൂ എന്ന് പറയുന്നത് ജാപ്പനീസ് കൗ എന്നാണ്. അതിന് മോസ്റ്റ് പ്രീമിയം ആയിട്ടുള്ള ഗ്രേഡിങ് സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള ബീഫാണ്. ഭയങ്കര ബട്ടറി ലൈക്ക് സോഫ്റ്റ് ബീഫാണ് കേട്ടോ. ആ നൂഡിൽസൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട്.
സൂഷി മിത്തുവിന് ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് റൈസ് ഇഷ്ടമായി, പിന്നെ ഈ പുറത്തത്തെ സീവീഡും ഒക്കെയാണ്. ഉള്ളത് സാധനം തീരെ ഇഷ്ടമായില്ല, സോസും തീരെ ഇഷ്ടമായില്ല, ചിക്കനും ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇത് ഫുള്ള് രംശേട്ടൻ സുഷി മൊത്തം ഇങ്ങോട്ട് 6 സൂഷി പത്തിക്ക് ഞാനിന്ന് പൊടിക്കും കലക്കും. വയറ് നിറയും. സൂഷി ഫാൻസ് ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും അതിനെ കുറ്റം അല്ല. വേൾഡിലെ ഏറ്റവും ടേസ്റ്റുള്ള നമ്പർ 1 ഫുഡാണ്. നമ്മളെ കളിയാക്കരുത്. നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു അത്രയേ ഉള്ളൂ. പക്ഷേ സൂഷി ഫാൻസ് ഒരുപാട് പേരുണ്ട്. രംശേട്ടന് കുറേ സൂഷി കിട്ടി. പാവ് രംശേട്ടന് ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു സാൽമൺ ആണെങ്കിൽ രംശേട്ടന് കുറച്ചും കൂടെ ഇഷ്ടമാവും. രംശേട്ടന് ഇഷ്ടം അല്ല. രംശേട്ടൻ കഴിക്കുന്നുണ്ട് കേട്ടോ. രംശേട്ടൻ അറ്റ്ലീസ്റ്റ് കഴിക്കും. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അതാണ് എനിക്കൊരു പ്രശ്നം. ഇന്നലെ മൊത്തം കുടിച്ചു. അല്ല പക്ഷെ ഇന്നിപ്പോ രണ്ടാമത് ഈ ചായ വാങ്ങിയിട്ടുണ്ടല്ലോ. എത്ര ഇഷ്ടമായോ ഈ ചായ? അല്ലെങ്കിൽ കോൾഡ് ടീയാ? മറ്റേതോ തന്നെയായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാള് വേണം. എന്തും തിന്നും. അല്ല മീൻസ് എന്തും ബാക്കിയാവാതെ കഴിച്ചോളൂ. ഞാനൊക്കെ കളയും. എനിക്കറിയാം എനിക്കത് കഴിക്കാൻ പറ്റില്ല. എന്താ അറിയോ, ഡിസ്നിലാൻഡിൽ നിന്നാണ് മേടിക്കുന്നത്. എന്താ അവിടെ റേറ്റ് അറിയോ? ഒരു ബോട്ടിലിന്. എന്നിട്ടത് ഇഷ്ടമല്ലാണ്ട് കളയാം. പക്ഷെ എന്താ ഒരു ഗുണം അറിയാം എനിക്ക് എന്തുകൊണ്ടാണ് അത് ഇഷ്ടമാണെന്ന് വെച്ചാൽ അടിപൊളി ഹെൽത്തിയാണ്. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിലുള്ളതും അടങ്ങിയതും നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ടേസ്റ്റിന് ഒരു ഇതേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഹെൽത്തി. അതുകൊണ്ട് ഹെൽത്തി വെർഷൻ. ടേസ്റ്റിന് വൃത്തികേടില്ല, ടേസ്റ്റ് ഇല്ല, വികാരമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ വാഗ്യൂ ബീഫ് അടിപൊളി അല്ല? മിത്ത് ഫാനായി. ബീഫ് ഇഷ്ടമല്ലാത്ത മിത്തു വാഗ്യൂ ബീഫിന്റെ ഫാനായി. അല്ല, അത് ഭയങ്കര സോഫ്റ്റ് ആണ് മിത്തു. ഭയങ്കര അലിഞ്ഞു പോണ ഇത് നീ വായിക്ക് വെച്ച് പുറത്തേക്ക് കിട്ടുമെന്നല്ല. അത് ഞാൻ വേറെ എടുത്തു. വസാബി പറഞ്ഞിട്ട് ആദ്യം തന്നെ ചമ്മന്തി ചേച്ചി കഴിച്ച മൂക്ക് കൂടെ ഒക്കെ വന്നതാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് ഇത് കഴിഞ്ഞു, തിരിച്ചിറങ്ങി. ഈ റെസ്റ്റോറൻറ്റിലുള്ള തിരക്ക് നോക്കിയപ്പോൾ 1 മണി അവിടെ സമയം. ക്യൂ എവിടെ എത്തി? 4 നിലയുള്ള ഫ്ലോറാണ്. 4 നിലയുള്ള റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ 3ാമത്തെ നിലയിലാണ് ഇരുന്നത്. എന്താ പേര്? എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആയിരിക്കണം അറിയില്ല, അല്ലെങ്കിൽ ഇത്ര തിരക്ക്. നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള സ്ഥലം നോക്കിയിട്ടാണ് പോവാറ്. അപ്പോൾ അറിയാലോ അവിടെ നല്ല ഫുഡായിരിക്കും. ഇവിടെ ഫുള്ള് സിഗ്നലെല്ലാം ഓഫായിട്ടോ. ആൾക്കാർ മുഴുവൻ റോഡിലൊക്കെ നിൽക്കുക. അതെന്താ അറിയില്ല കേട്ടോ. ഇനി ഇവിടുത്തെ വല്ല എന്തെങ്കിലും ഈ സമയമായ അങ്ങനെ ഉണ്ടോ ആർക്കറിയാം. നമുക്കിതിനെ പറ്റി അറിയില്ല. എന്നെ സെർച്ച് ചെയ്ത് നോക്കി അറിയാം. ഒരു വൈബാട്ടോ. വൈബ് പോഷ് വൈബ് സ്ഥലം. ഇത് പെഡസ്ട്രിയൻ ഹെവൻ ആണ് കേട്ടോ. അതായത് ഈ 2 ഇതിൻ്റെ റോട്ടിൻ്റെ നടുവ് കൂടെ ഇതേ ആളുകൾ ഇങ്ങനെ നടക്കണം. നല്ല രസം. ഇവിടെ സിഗ്നലും കാര്യങ്ങളും ഒക്കെ ഓഫായി. മിത്ത് പറഞ്ഞത് അത് സാറ്റർഡേ സൺഡേസ് ആണ് എന്നാണ്. പക്ഷെ അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ മൺഡേ ആണ്. ഇപ്പോഴും ഉണ്ട്. ഫുൾ എന്ത് രസമല്ലേ കാണാൻ. ഭയങ്കര രസം. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ. ഈ ഒരു മൊത്തം 2 സ്ട്രീറ്റിൻ്റെയും നടുവിൽ നിന്ന് നല്ല ഇങ്ങനെ അടിപൊളിയായിട്ട് ഫോട്ടോസും ഇതൊക്കെ എടുക്കാം. അല്ലെങ്കിൽ വെറുതെ ചുമ്മാ നടക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് യൂണിക്ലോയിലാണ്. അതും ജപ്പാനിലെ അല്ല. മിത്ത് പറയണു വേൾഡിലെ ലാർജസ്റ്റ് ആണെന്ന്. വേൾഡിലെ ലാർജസ്റ്റ് അല്ല, മിത്ത് സെർച്ച് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നോക്കുക. അപ്പോൾ മിത്തുവിൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെ അവൾ സെർച്ച് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയാം. എവിടെ ചെല്ലുമ്പോഴും അതിന് മുന്നേ അതിനെപ്പറ്റി ഒന്ന് പഠിക്കും. എന്നിട്ട് അപ്പോൾ യൂണിക്ലോൻ്റെ നമ്മൾ മുംബൈയിലൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? കുറേ സ്ഥലത്തുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും വേൾഡിലെ ലാർജസ്റ്റ് 12 നിലയുള്ള സ്റ്റോറാണ്. ഒന്ന് കയറി നോക്കാം. അതുകൊണ്ടാണ് ഇത് മൺഡേ പോലെ അടച്ചു വെച്ചിരിക്കുന്നത്. യൂഷ്വലി വീക്കെൻഡ്സിൽ മാത്രമാണ് അവരൊരു സ്പെസിഫിക് ടൈം അടച്ചു വെക്കും. കാർസിനും പോകാൻ പാടില്ല. അതാണ് പെഡസ്ട്രിയൻ ഹെവൻ. ഇവരുടെ ഒരു ട്രഡീഷൻ ആണ്. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാവും. ഇന്ന് ഗ്രീനറി ഡേ ആണ്. പൊതുവേ ഗോൾഡൻ വീക്കും അല്ലേ. അങ്ങനെ നമ്മൾ യൂണിക്ലോന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. ഇത് 12 നിലയുടെ സ്റ്റോറിലൊന്നും നമുക്ക് പോവാന്നുള്ളത് പോസിബിൾ അല്ല കേട്ടോ.
അത്രയും വലുതാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെ കാണണ്ടേ. പക്ഷെ അത് മാത്രമല്ല, ഒരു നിലയൊക്കെ ഫുൾ നമ്മുടെ ടോപ്പിന് മാത്രം വിമൻ്റെ, ഒരു നില ഫുള്ള് ബോട്ടം, ഒരു നില ഫുൾ ഇന്നേഴ്സ്. അമ്മ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് പറയാൻ വയ്യ. നമ്മൾ മൊത്തം എടുത്ത് കൊണ്ടുപോകാൻ തോന്നും, അത്രയും ബ്രീത്തബിൾ. മിത്തുക്കുട്ടിക്കൊക്കെ പാൻറ്റും ടോപ്സൊക്കെ വാങ്ങിയിട്ട് നല്ല ബ്രീത്തബിൾ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സാധനം. കിറ്റ്കാറ്റിൻ്റെ ഫ്ലേവേഴ്സ് കണ്ട് കിളി പോയിരിക്കുകയാണ് കേട്ടോ. എത്ര ഫ്ലേവർ കിറ്റ്കാറ്റാന്ന് നോക്കിക്കേ. സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഫ്ലേവർ. ഇവിടെ പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഒരു നമ്മളിപ്പോൾ എണ്ണയപ്പോൾ തന്നെ ഒരു 10-20 ഫ്ലേവർ ഒറ്റയടിക്ക് കണ്ടു. അത്രയും ഫ്ലേവേഴ്സ് ഉണ്ട് കിറ്റ്കാറ്റിൻ്റെ. പറഞ്ഞിട്ടില്ല, ഏറ്റവും കൂടുതൽ ഫ്ലേവേഴ്സ് കിട്ടുന്നത് ജപ്പാനിലാണ് കിറ്റ്കാറ്റിൻ്റെ ഉള്ളത്. എത്ര ഫ്ലേവേഴ്സാണ്. നമ്മുടെ വൈറൽ ടിർ ഫൗണ്ടേഷൻ ഭയങ്കര വൈറലായിരുന്നില്ലേ. നിവിയുടെ ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര നല്ല റിവ്യൂ ആണ് ജപ്പാനിൽ. അപ്പോൾ അത് വാങ്ങിച്ചു. ഫേസ് മാസ്ക് ഭയങ്കര റിവ്യൂ ആണ്, അതൊക്കെ വാങ്ങിച്ചു. ക്യാൻ മേക്കിൻ്റെ ഈ ഒരു ബ്ലഷ്, അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ കിട്ടിയില്ല, നോക്കാം. അങ്ങനെ സമയം 5:30 നമ്മളിതാ BIC ക്യാമറയിലേക്ക് വന്ന് കഴിഞ്ഞു. ഇതേ നമ്മളൊരു ഗിംബൽ വാങ്ങിച്ചു, ലേറ്റസ്റ്റ് മോഡൽ അല്ലേ. ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടും കൂടി ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന് നല്ല വില വ്യത്യാസം വന്നു. അതായത് നാട്ടില് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 6,000 റുപ്പീസിന് ഇലക്ട്രോണിക്സ് നല്ല ലാഭമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ക്യാമറയിലും ഈവൺ iPhone 17 Pro ഒക്കെ നല്ല ലാഭത്തിൽ കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ സ്കിൻ കെയർ ലാഭമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല, പക്ഷെ കുറേ നല്ല അടിപൊളി പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെ മേക്കപ്പ് പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മേക്കപ്പിൻ്റെ സാധനങ്ങളൊന്നും അങ്ങനെ നോക്കിയില്ല. പക്ഷെ നല്ലതുണ്ട് ഇവിടെ. ജപ്പാൻ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പിന് അടിപൊളിയാണല്ലോ. ഷിബുയ ക്രോസിങ് തുടങ്ങി. ഇവിടെ ഉള്ളൊരു തടിക്കാത്ത എന്താ അറിയോ, ക്രോസ് ചെയ്ത് ജീവിതം തീരുക. എത്ര നടക്കാൻ എൻ്റെ ദൈവമേ. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഈ ജീൻസ് ഉണ്ടല്ലോ ലൂസായി അഴിഞ്ഞു വീഴ. ഇവിടെ വരുമ്പോൾ ടൈറ്റ് ആയിരുന്നു. ഒരു ദിവസം 20-25K സ്റ്റെപ്സ് ഒക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഉള്ളവർ നടന്ന് കാരണം എല്ലാം മെട്രോ അല്ലേ, അധികം പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലേ, നടന്നു മതി. ആൾക്ക് അൺബോക്സിംഗ് അല്ല, എക്സ്പ്ലോറിംഗ്. നടന്നു മതി. ഓ വാവ്, അടിപൊളി സംഭവം. ഡെലുലു എന്താ അമ്മ എന്ത് വീട്ടിൽ പോവാ. ഇതാണ് ഷിബുയ ക്രോസിംഗ്. കണ്ടാ എന്താ രാത്രിത്തെ വ്യൂ, ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. നമ്മളൊരു 4-5 മണിക്കൂർ രാവിലെ നിന്നല്ലേ. എന്താ നല്ല രസം, നല്ല വൈബ് പ്ലേസ് ആട്ടോ, ഒരു രക്ഷയില്ല. ഇത്രയും തിരക്കുണ്ടെങ്കിൽ എന്തൊരു രസമായി സ്ട്രീറ്റ് കാണാനറിയോ. ഒരു സഫോക്കേഷനോ ഒന്നും ഫീൽ ചെയ്യില്ല. നല്ല ക്ലൈമറ്റ് അടിപൊളിയാണ്, വൃത്തി വേറെ ലെവൽ വൃത്തിയാണ്. ആളുകളൊക്കെ ഇങ്ങനെ ചാടിന് ഓടുന്നു ഈ ഒരു സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ. അല്ല നമ്മൾ 4-5 മണിക്കൂർ വെറുതെ കളഞ്ഞി, അത് വേറെ കാര്യം. നമ്മളിത് ആ ഹോട്ടലിലേക്ക് എത്താറായി, മെട്രോ ഒക്കെ പിടിച്ച്. ഇന്ന് ഫുൾ ഒരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു, തേരാപാര ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ നമ്മളിങ്ങനെ കറങ്ങി. അതെ, ടോക്കിയോയിൽ ഒരു കുറേ സ്ഥലങ്ങളിൽ തേരാപാര തെണ്ടി നടന്ന്. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും രാത്രിയാകുമ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങും കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ അടുത്തുള്ള സ്ട്രീറ്റുകളും സംഭവങ്ങളൊക്കെ. ഇത് അക്കിബാര എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അവിടെയും ഒരുപാട് ഷോപ്പിങ്ങും ഭക്ഷണവും നല്ല കിടിലൻ ഇവിടുത്തെ ക്രീപ്പും കാര്യങ്ങളൊക്കെ കഴിക്കാനും. പിന്നെ രംഷേട്ടനാണെങ്കിൽ BIC ക്യാമറയിൽ പോയിട്ട് കുറച്ച് ക്യാമറ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തെണ്ടി നടക്കലാണ് മെയിൻ പരിപാടി. അങ്ങനെ രാത്രി
ഭംഗിയുള്ള സ്ട്രീറ്റ് കൂടെ നടന്ന് നമ്മുടെ അക്കീബേന്ന് നമ്മളിതാ ഇവിടേക്ക് പോവാണ് കേട്ടോ. എവിടേക്ക്? നമ്മുടെ ഹോട്ടലിലേക്ക്. ഇവിടെ വന്നതിന് ശേഷമാണ് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ബൂത്ത് ഉണ്ട്. കുറേ കാണും ഓരോരോ ഇതിലും. ഇവിടെ ഇപ്പോൾ നമ്മുടെ അവിടെ ഒന്നും ഇപ്പം ഇല്ലല്ലോ, ഇതിങ്ങനെ കാണുമ്പോൾ രസം. അതുപോലെ ഈ ഒരു സംഭവം, അതായത് എവിടെ നോക്കിയാലും ഓരോ സ്ഥലത്തും എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ പൈസ ഇട്ടിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ. പിന്നെ 7-Elevenൻ്റെ ഒരു കളിയാണ്, 24/7 ആണ്. നമ്മുടെ മുംബൈയിലും ഉണ്ട് ഒരു 7-Eleven കേട്ടോ. ശോകമാണ്, വൻ ശോകം ഇവിടുത്തെ 7-Eleven നോക്കുമ്പോൾ. ഞാൻ മിഥുനോട് പറയായിരുന്നു, എന്തുകൊണ്ട് ബോംബെയിൽ ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തുകൂടെ, എന്തൊക്കെ വെറൈറ്റി ഫുഡ്സ് അറിയും, ഒരു രക്ഷയില്ല. അമ്മാതിരി ഫുഡ്സ് കഴിച്ചു. എന്നാലും കുറച്ച് 7-Elevenത്തെ സാധനങ്ങളായിട്ട് നമ്മൾ പോവാണ്. 7-Eleven ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ ഫോൺ ഫുൾ ഹാങ് ആണ്. 1000 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോയില് ശരീരത്തിന്റെ ഏതാ ഭാഗം മുഖം കാണില്ല. എന്താ എത്രന്ന് ഫുൾ ഡേ ഇന്നെ കൊണ്ട് ജപ്പാനിൽ അല്ല, എനിക്ക് ദേഷ്യം വരുന്നത് തരും. ജപ്പാനിൽ ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒരു 100 ഡ്രസ്സ് വാങ്ങിപ്പിച്ചു. 100 ഡ്രസ്സ് വാങ്ങിപ്പിച്ചിട്ട് ഫോട്ടോന് മുഖമില്ല. രാവിലെ മുതലേ ഇതിൽ ഏത് ഭാഗം എടുക്കണത്? കാല്, കൈ, തല കൊണ്ട് ഡ്രസ്സ് വാങ്ങിപ്പിച്ചിട്ട് ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. മോളിന്ന് കിഴിപ്പിട്ടെടുക്കുക, എന്നിട്ട് മോളിന്ന് കിഴിപ്പിട്ടെടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ആക്ച്വലി സുഖല്ലേ? അല്ല മുഖമില്ലാതെ ഇവർക്ക് മുഖം എടുത്തിട്ട് ടെൻഷൻ ഇല്ല. അപ്പൊ ഇവർക്ക് ലിപ്സ്റ്റിക് ഒക്കെ എന്തിനാ പിന്നെ? അല്ല അതല്ലേ, നീ നിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലേ നിനക്ക് അയ്യടാ എന്റെ മുഖം ശരിയായിട്ടില്ല അങ്ങനെയൊക്കെ വിഷമില്ല. അവൾക്കൊരു വിഷമമില്ല, കാരണം മുഖം കാണാറില്ല ഫോട്ടോയില്. നോട്ടെ കാണിച്ചു തരൂ, എടുത്ത ഫോട്ടോ ഇഷ്ടമായത്. നോട്ടെ ഇത് ശരി, എടുത്തിന്റെ ഇതാണ് ബെസ്റ്റ് ഫോട്ടോ. സമ്മതിച്ചു. വെറുതെ കൂടും ആവശ്യമുണ്ട്. എന്നോട് മുടി വെട്ടിപ്പിച്ചു പോയിട്ട് ബട്ടർഫ്ലൈ കട്ട്. ഞാൻ പറഞ്ഞു എന്ത് കട്ട് ചെയ്തിട്ട് എന്താ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കാണാനുണ്ടോ? ശരിക്കും കണ്ടല്ലേ അതായത് ലാപ്പത്ത ലേഡീസിലെ മുഖം കവർ ചെയ്തിട്ട് ഇതാണ് എന്റെ വൈഫ്. ലാപ്പത്ത ലേഡീസ് ആ മൂവിയിലെ ലാപ്പത്ത അതില് പറയുന്നില്ലേ അതുപോലെ. അല്ല ഇതല്ല, എനിക്ക് തോന്നുന്നത് അറിയാം, CCTV-യിലേ ക്യാപ്ചർ ചെയ്ത മോളിന്ന് തൊപ്പി വെച്ച് നടക്കുമ്പോ അതേപോലെ ഉണ്ട്. ഇവർക്ക് 4 തൊപ്പി വാങ്ങിക്കൊടുത്താൽ മതി. വെറുതെ ഞാൻ ആലോചിക്കണേ, നമുക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇതാണ് നമ്മുടെ അമ്മമ്മ മുത്തശ്ശി എന്നൊക്കെ കാണിച്ചു കൊടുക്കാം. ഇവരൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കുറെ തലയും കിഴപ്പും ഉണ്ടാവുള്ളൂ. ഇവരെ മുഖം എവിടെ? ഇതാണ് എന്റെ അമ്മമ്മ, ഇതാണ് എന്റെ അമ്മമ്മയുടെ തൊപ്പി. അതുപോലെ ഉണ്ട് ഏകദേശം അമ്മമ്മയുടെ തൊപ്പി കാണിച്ചു കൊടുക്കാം. അതെ. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 11:30, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്ക് എത്തി. രാവിലെ കൊണ്ടുപോയ കുടയൊക്കെ അതാ വെച്ച് നമ്മൾ പോയി കിടന്നുറങ്ങട്ടെ. ഇനി അടുത്ത കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വേറെ ദിവസം കാണാം കേട്ടോ. ബൈ.